ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? നമ്മളും അൽഹംദുലില്ലാ അങ്ങനെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് തുടങ്ങിയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ രാത്രിയിലത്തേക്ക് കുറച്ച് വെള്ളയപ്പം ബീഫ് കറി ആക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. ബീഫ് ഞാൻ ഉച്ചയ്ക്ക് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു റെസിപ്പി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം കട്ടയെല്ലാം നമ്മൾ ഉടച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു 2 കപ്പ് വറുത്ത അരിപ്പൊടിയും ഈ കുറുക്കിയ അരിപ്പൊടിയും അതിലേക്ക് കുറച്ച് ഷുഗറും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല പേസ്റ്റായിട്ടൊരു വെള്ളയപ്പത്തിൻ്റെ പാകത്തിന് അരയ്ക്കൂലേ, അപ്പോൾ അതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കാറില്ല, ഞാൻ നോർമൽ പച്ചരി കുതിർത്ത വെള്ളയപ്പമാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് ഞാനുണ്ടാക്കിയ ക്രീം ബണ്ണാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ബണ്ണിൻ്റെ കോല ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ക്രീമൊന്നും ഉണ്ടാക്കി മെനക്കെടാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. അതങ്ങനെ തന്നെ പിള്ളേർക്ക് കൊടുത്ത് പിള്ളേർ എന്നെ ഇങ്ങനെ നോക്കി ഇതെന്തോന്ന് സാധനം എന്നുള്ള മട്ടിൽ. പിന്നെ വെന്തിട്ടുണ്ടായ കാരണം അവരങ്ങനെ അങ്ങോട്ട് കഴിച്ചു, ഭാഗത്തിന് വേസ്റ്റായില്ല. അപ്പോൾ ബീഫ് നമ്മളുടെ ജാഫർ ഇടുക്കിയുടെ വൈറലായിട്ടുള്ളൊരു ബീഫ് റെസിപ്പി ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാനൊരു 3-4 തവണ ട്രൈ ചെയ്തതാണ് കേട്ടോ. അത് ഒന്നും പറയാനില്ല, ഒരു അടിപൊളി സംഭവം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും അതേപോലെ മല്ലി മുളകും വറുത്തത് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ആണ് ബീഫ് നമ്മൾ വേവിക്കേണ്ടത്. അപ്പോൾ അപ്പോഴത്തേനും എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പെട്ടെന്ന് അങ്ങനെ താഴെ വന്നിട്ട് റെഡിയായി ഇറങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ പുറത്തേക്ക്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മീനെ കണ്ടപ്പോൾ തന്നെ ആസിം അതിൻ്റെ അകത്തേക്ക് കയറിയിരുന്ന് ഇങ്ങനെ മീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിളികളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇക്കാക്ക് 2 വാങ്ങിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ ഒരാഗ്രഹം കയറി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെറിയ 2 ബേർഡ്സ്, തത്തമ്മയല്ല പാച്ചസ് അങ്ങനെ എന്തോ ആണ് പേര് പറഞ്ഞത്, ഒരു മെയിലിനെയും ഒരു ഫീമെയിലിനെയും അങ്ങനെ എടുത്ത്. അംദാനും ഹാറൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ 2 പാരറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഒരെണ്ണം ചത്തു പോവുകയും ചെയ്ത്, പിന്നെ ഒരെണ്ണം പറന്നു പോവുകയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ കിളീനെ വാങ്ങിക്കാനുള്ള പ്ലാൻഡായിട്ടൊന്നും പോയതല്ല. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ അതങ്ങനെ വാങ്ങിയതാണ്. അപ്പം ഞാൻ വണ്ടിയിലിരുന്ന് പറയായിരുന്നു ആ കിളികളുടെ ജാതകത്തിൽ എന്തോ ധനനഷ്ടം മാനഹാനിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഐറ്റങ്ങളെ കൊണ്ടുവരില്ലല്ലോ. കാരണം ആസിമ് അപ്പം തുടങ്ങി ആ കൂട് പിടിച്ച് അതിനെ അങ്ങോട്ട് ഇളക്കാനൊക്കെ തുടങ്ങിയതാണ് കേട്ടോ. ഇനി ഇവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു ഐഡിയ ഇല്ല. കാരണം ഇക്ക അതിനെ വാങ്ങി വീട്ടിൽ വെച്ചിട്ട് ഇക്ക രാവിലെ എണീറ്റ് പോകും, പക്ഷെ ഞാനാണല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആൾ. അപ്പോൾ അതെങ്ങനെയായിരിക്കും. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ഷൂറാക്കിൻ്റെ പൊക്കത്തേക്ക് അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് പോകുന്നു. കാരണം ഷെൽഫുകളും ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ബീഫ് കറി വെക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ 2 ഷെൽഫ് ക്ലീൻ ചെയ്തു. അപ്പോൾ ഒരെണ്ണത്തിലുള്ള എല്ലാ ബോട്ടിലൊക്കെ പുറത്തെടുത്ത് വെച്ച സമയത്തായിരുന്നു അങ്ങനെ പുറത്തേക്ക് പോയത്. അപ്പോൾ ഫുഡ് എന്തായാലും പകുതിക്ക് വെച്ച് നിർത്തിയതായതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോരണ വഴിക്ക് തന്നെ വൈറ്റ് ഹൗസിൽ കയറി അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത്. അപ്പോൾ അവർ ഇവിടെ കൊണ്ടുവരിക ചെയ്തത് കേട്ടോ. അത് ഞങ്ങൾ വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് ജസ്റ്റ് ഉലുവയും കൊല്ലമുളകും നല്ലപോലെ വറുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ പോയതായിരുന്നു. അപ്പോൾ വന്നതിന് ശേഷം അത് നല്ലപോലെ ആദ്യം ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് അതും ബീഫിലേക്ക് ഇട്ടിട്ട് ബീഫ് നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡിന്നറ് നമ്മുടെ സീ ഫുഡ് ബക്കറ്റും കുറച്ച് ഫ്രൈഡ് റൈസ്, കുറച്ച് മിക്സഡ് ന്യൂഡിൽസ്, പിന്നെ ചില്ലി ചിക്കൻ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. കുറച്ച് പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി മോർണിംഗ് ആണ്. അപ്പോൾ രാവിലെ ബീഫ് പകുതി പണിയിൽ നിർത്തിയിട്ടതാണല്ലോ, അപ്പോൾ ബാക്കി അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയാണ് അതിന് കൂടുതൽ വേണ്ടത്. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയും കിടന്ന് അങ്ങനെ ഒരു 8:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ചായ വേണം. അപ്പോൾ എല്ലാവർക്കും ചായ വെക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക കട്ടൻ ചായ മതിയെന്ന് പറഞ്ഞിട്ട് ആൾക്കത് കൊടുത്തു. അപ്പോൾ ചെറിയുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഈ ഒരു ബീഫിന്. അപ്പോൾ ഞാനത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 കിലോ ബീഫായിരുന്നു. അപ്പോൾ ഒരു 10-30ഓളം ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടിയാണ് വഴറ്റുന്നത്. അപ്പോൾ ജാഫർ ഇടുക്കിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ മൂപ്പര് പറയുന്നതനുസരിച്ച് വെളുത്തുള്ളി ഓൾറെഡി ഇല്ല, മൂപ്പര് റെസിപ്പിയിൽ വെളുത്തുള്ളി ഇല്ല. പക്ഷേ ഞാൻ വെളുത്തുള്ളി ഇല്ലാതെ ബീഫ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബീഫ് തലേദിവസം ഇരുന്നിട്ട് കുറച്ച് നെയ്യ് കൂടുതലുള്ള ബീഫായിരുന്നു കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫാണിത്. അപ്പോൾ അതങ്ങനെ ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞാനങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വെള്ളയപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് തലേദിവസം ഫ്രൈഡ് റൈസും കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അവർക്ക് അതാണ് കൊടുത്തത്. അപ്പോൾ ബീഫ് കറി വെക്കാനായിട്ട് തലേദിവസം ബീഫ് മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മല്ലിയുടെ കൂട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്തു. എന്നിട്ട് രാവിലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 30ഓളം ചെറിയുള്ളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ഇട്ട് നല്ലപോലെ വഴറ്റി അതിലേക്ക് വേവിച്ച് വെച്ച് ബീഫ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ പൊട്ടിച്ചിട്ട് അതിലേക്കൊരു 5-8 ചെറിയ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് അതും കൂടി ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയും സെറ്റായിട്ടുണ്ട്. വെള്ളയപ്പം അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം സാധാരണ ഉണ്ടാക്കുമ്പോൾ ഈ തണുപ്പ് സീസണിൽ എന്ത് ചെയ്താൽ ഞാൻ പൊങ്ങാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ നാളായിട്ട് ഞാൻ വെള്ളയപ്പം സ്കിപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഈ റെസിപ്പി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ വെള്ളയപ്പം ഞാൻ ഓൾറെഡി ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് കറി എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഈ ചെറിയ മുതൽ വന്ന് അതിലേക്ക് ടൊമാറ്റോ സോസ് ഫുള്ള് ഒഴിച്ച് എനിക്കൊരു ഫോട്ടോ പോലും എടുക്കാനായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസ് ഉള്ളത് അവന് തന്നെ കൊടുത്തിട്ട് ഞങ്ങൾ നല്ല വെള്ളയപ്പൊക്കെ എടുത്ത് അങ്ങനെ കഴിച്ചിട്ടാണ്. പിള്ളേർ ഫ്രൈഡ് റൈസും ഒക്കെ ആയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ബീഫ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഗുണം. ഉച്ചക്കത്തേക്ക് നമുക്ക് നെയ്ച്ചോറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കഴിയുമല്ലോ. അപ്പോൾ കിളീനെ അവൻ്റെ കയ്യിലെത്താതെ നമ്മൾ ഷൂറാക്കിൻ്റെ പൊക്കത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ആൾ തന്നെ ചെയറിട്ട് അതിൻ്റെ അടുത്ത് പോയി അതിനെ ഇടയ്ക്ക് എടുക്കും, എന്നിട്ടൊന്ന് കുലുക്കും. അതിന് എത്ര ദിവസത്തേക്ക് അതിൻ്റെ ജീവൻ ഉണ്ടാവും എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വണ്ടി വാങ്ങി കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ പുറകെ കുറച്ച് നേരമൊക്കെ നടന്നോളുമല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് പിള്ളേർ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞിട്ട് കളിക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഗീ റൈസ് അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2.5 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. കുറച്ച് സവാളയും മോൾ സ്പൈസസൊക്കെ കുറച്ച് നെയ്യും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ആ 2.5 കപ്പ് ചോറ് ജീരകശാല റൈസ് ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കും. എന്നിട്ട് അതിൻ്റെ ഡബിൾ വെള്ളം കേട്ടോ, 5 ഗ്ലാസ് വെള്ളം ഓൾറെഡി കെറ്റിൽ തിളപ്പിച്ച് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ പൊതിച്ചോറിൻ്റെയൊക്കെ സെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എനിക്കൊരു കൊതിക്ക് വേണ്ടി പറയാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നെയ്ച്ചോറും ബീഫൊക്കെ ഉള്ള ദിവസം എനിക്കതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് നാടൻ റൈസ് തന്നെയാണ് താല്പര്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലവ് ലേക്കിൽ പോകണ അന്ന് ഞാനൊരു പൊതിച്ചോറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയുടെ അടുത്ത്. അപ്പോൾ 2 മണിയായിട്ടും ഫുഡ് കാണുന്നില്ല. ഭാഗ്യത്തിന് ഞാൻ വീട്ടിലുണ്ടായിരുന്ന ചോറും കറികളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിക്കാക്ക് തലേ ദിവസത്തെ ഫുഡ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആൾക്കൊരു പൊതിച്ചോറ് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ 2 മണിയായപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞ ചേച്ചി മറന്നുപോയി, നമുക്കുള്ളത് മാത്രം വിട്ടുപോയി, മോളെ രാത്രിയിലത്തേക്ക് തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വട്ടായിപ്പോയി. കാരണം ആ സമയത്തിന് എന്ത് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ തലേ ദിവസം തന്നെ ഫുഡ് തന്നെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. പിന്നെ എനിക്ക് ഫുഡ് തികഞ്ഞില്ല. അപ്പോൾ ഞാൻ പുറത്തുനിന്നൊരു സാൻഡ്വിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങളങ്ങനെ അന്ന് പോയത്. അപ്പോൾ ആ ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇന്ന് പൊതിച്ചോറ് സെയിലുണ്ട്, ആർക്കും കൊടുത്തില്ലെങ്കിലും മോൾക്ക് ആദ്യം കൊണ്ടുവന്ന് ഞാൻ തരും, മോളിന്ന് വാങ്ങിക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിക്കാരി ഇനി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഞാനപ്പോൾ ഇതൊരെണ്ണം വാങ്ങിയത്. അപ്പോൾ ഇത് ഒരു പൊതിച്ചോറിന് 10 ദിർഹംസ് അങ്ങനെയാണ്. ഇപ്പോൾ ചിക്കൻ റോസ്റ്റ്, ചമ്മന്തി, പിന്നെ ചെറിയ ഉള്ളി ഉപ്പിലിട്ടത്, ഒരു മുട്ട പൊരിച്ചത്, പിന്നെ ക്യാരറ്റ് ക്യാബേജ് തോരൻ, അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. മോരുകറി ഉണ്ടായി, പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വേപ്പില ഒരു യെല്ലോ കളറൊക്കെ ആയിട്ട് വലിയ ചട്ടിയിലേക്കൊക്കെ മാറ്റി നിറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് അവൻ കാണാതെ മാറ്റി വെച്ചേക്കണതാണ് കേട്ടോ. പക്ഷെ കാര്യമില്ല, ആസിമ് വന്നത് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റണം. അപ്പം ഞങ്ങൾ കഴിച്ചു ബർദുബായിൽ എവിടെയൊക്കെ പോയേക്കുമായിരുന്നു. പിന്നെ 4 മണിയായിട്ട് ആൾ വന്നപ്പോൾ ഇത് മുളകിൻ്റെ അച്ചാറാണ് കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടതാണ്. പിന്നെ ആൾക്ക് സാലഡും പപ്പടമൊക്കെ ആക്കി. ബീഫ് ഞാൻ ഒന്നും കൂടി ചൂടാക്കി എടുത്തിട്ട്, ചൂടാറുമ്പോൾ ഭയങ്കര ഒരു നെയ്യ് കുറച്ച് കൂടുതലായിരുന്നു. നല്ല ചൂടനെ തന്നെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ജാഫർ ഇടുക്കിയുടെ ബീഫ് റെസിപ്പി ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക്